to make healthy life recipe by The Good Message by Juvi. നാം എപ്പോഴെങ്കിലും നമ്മുടെ ജീവിതത്തെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ടോ? ആരോഗ്യകരമായ ജീവിതത്തിന് നമുക്ക് ആവശ്യമുള്ളതാണ് ഒരു നല്ല പരിസ്ഥിതി, കുടുംബം, വീട്, ശുദ്ധമായ ജലം, വായു എന്നിവ. നാം ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ ബാഹ്യമായ സാഹചര്യങ്ങളെ പറ്റിയാണ് പലപ്പോഴും വ്യാകുലരാകുന്നത്. എന്നാൽ ആരോഗ്യകരമായ നമ്മുടെ മനസ്സിനെ പറ്റി പലപ്പോഴും ചിന്തിക്കാറുണ്ടോ? 1 കൊരിന്തോസ് 6-ാം അധ്യായം 19 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ ദൈവം നമ്മോട് പറയുന്നു, നാം നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ ആലയമായി കരുതണം. സുഭാഷിതങ്ങൾ 16-ാം അധ്യായം 24-ാം വാക്യത്തിൽ, ഹൃദ്യമായ വാക്കു ഒരു തേനറ പോലെയാണ്, അത് ആത്മാവിന് മധുരവും ശരീരത്തിന് ആരോഗ്യപ്രദവുമാണ്. സുഭാഷിതങ്ങൾ 17-ാം അധ്യായം 22-ാം വാക്യത്തിൽ, സന്തുഷ്ടമായ ഹൃദയം ആരോഗ്യദായകമാണ്, തളർന്ന മനസ്സ് ആരോഗ്യം കെടുത്തുന്നു. നമുക്ക് നമ്മുടെ ശരീരത്തെ വിശുദ്ധമായ ദൈവത്തിൻ്റെ ആലയമാക്കാം. ഹൃദ്യമായ വാക്കുകൊണ്ട് നമുക്ക് സംസാരിക്കാം. അത് നമ്മുടെ ഹൃദയത്തിനും ശരീരത്തിനും ആരോഗ്യപ്രദമാണ്. പുറപ്പാട് 15-ാം അധ്യായം 26-ാം വാക്യത്തിൽ ദൈവം നമ്മോട് പറയുന്നു, അവിടുന്ന് അവരെ പരീക്ഷിച്ചു, അവിടുന്ന് അരുൾ ചെയ്തു, നീ നിന്റെ ദൈവമായ കർത്താവിൻ്റെ സ്വരം ശ്രദ്ധാപൂർവം ശ്രവിക്കുകയും അവിടുത്തെ ദൃഷ്ടിയിൽ ശരിയായത് പ്രവർത്തിക്കുകയും അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുകയും ചട്ടങ്ങൾ പാലിക്കുകയും ചെയ്താൽ ഞാൻ ഈജിപ്തുകാരുടെ മേൽ വരുത്തിയ മഹാമാരികളിലൊന്നും നിന്റെ മേൽ വരുത്തുകയില്ല. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. നമുക്ക് നമ്മുടെ ബാഹ്യവും ആന്തരികവുമായ നമ്മുടെ ചുറ്റുപാടുകളിൽ മാറ്റം വരുത്താം. നമ്മുടെ സർവശക്തനായ ദൈവത്തിൽ ആശ്രയിക്കാം. ദൈവമേ നന്ദി. എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു.